ഹലോ. യെസ്, CUET 2024 എക്സാമിന്റെ വളരെ പ്രധാനപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മുടെ ഡേറ്റ് ഷീറ്റ് വന്നു. അതായത് നിങ്ങളുടെ എക്സാംസിന്റെ ഡേറ്റുകൾ, നിങ്ങൾ അപ്ലൈ ചെയ്ത ലാംഗ്വേജ്, ജനറൽ ടെസ്റ്റ്, ഡൊമൈൻ സബ്ജക്റ്റുകളൊക്കെ ഏത് ഡേറ്റിലാണ് വരുന്നത് എന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ ശരിക്കും വന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ പഠിത്തമൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആണെന്നാണ് ശരിക്കും ഈ ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ എക്സാമിന് മുന്നോടിയായിട്ട് ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പേ അഡ്മിറ്റ് കാർഡ് വരത്തുള്ളൂ. സോ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ കയറേണ്ട വെബ്സൈറ്റ് അറിയാലോ, exams.NTA.ac.in എന്ന് വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അതിൽ കയറുമ്പോൾ അവിടെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് CUETന്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. സോ നമുക്ക് ഡേറ്റ് ഷീറ്റിൽ എന്തൊക്കെയാണ് അവർ പറയുന്നത് നോക്കാം. സോ ഇപ്രാവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ മാറ്റം എന്ന് പറയുന്നത് ശരിക്കും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 രീതിയിലാണ്, ഹൈബ്രിഡ് മാതൃകയിലാണ് CUET പരീക്ഷ നടത്തുക എന്ന് പറഞ്ഞിരുന്നു. അതിലൊന്ന് പെൻ പേപ്പർ മോഡ് എക്സാമും മറ്റൊന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം വരെ CUET എക്സാം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു. പക്ഷെ അവിടെ നേരിട്ട പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് റൂറൽ ആയിട്ടുള്ള ഏരിയകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറവായിരുന്നു ബിക്കോസ് ഓഫ് CBT എക്സാം. കാരണം അവരുടെ സെന്ററുകൾ വളരെയധികം ദൂരെ ആയതുകൊണ്ട് അവർക്ക് പോയി അപ്രോച്ചബിൾ അല്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ശരിക്കും CUET എക്സാമിൽ ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ശരിക്കും ഈ വർഷം പെൻ പേപ്പർ മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അത് പ്രകാരം ഒരു ചെറിയ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് ഈ വർഷം. ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരീക്ഷ ഇലക്ഷൻ ഒക്കെ ആണെന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് യാതൊരുവിധ മാറ്റങ്ങളും വന്നിട്ടില്ല. 15 മെയ് തൊട്ട് 24 മെയ് വരെയാണ് ശരിക്കും നമ്മുടെ എക്സാം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ അവർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കൻസ് ഉള്ള സബ്ജക്റ്റുകൾക്ക് പെൻ പേപ്പർ മോഡ് ചൂസ് ചെയ്യാനാണ് CUETയുടെ തീരുമാനം. ഏറ്റവും കൂടുതൽ പേര് അല്ലെങ്കിൽ ആൾക്കാർ സെലക്ട് ചെയ്ത സബ്ജക്റ്റുകൾ, അതിന്റെ പ്രകാരം അവർ പെൻ പേപ്പർ മോഡിലായിരിക്കും എക്സാംസ് നടത്തുക. ഒരു പറഞ്ഞ ഈ അനക്ഷർ 1-ൽ കാണുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. There are 63 test papers being offered in QUET. Examples of subjects കാണിച്ചിട്ടുണ്ട്. എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫോർമാറ്റിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറേഷൻ 60 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്നത് to ensure that the candidates from all backgrounds have an equal opportunity to perform their best, it has been decided to conduct the test papers which have been chosen by the majority of candidates. ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ചൂസ് ചെയ്ത ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം പെൻ പേപ്പർ മോഡിൽ നടത്താനാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ കൂടുതലായിട്ടും അപ്ലൈ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം ഈ വർഷം പെൻ പേപ്പർ മോഡിലായിരിക്കും, അല്ലെങ്കിൽ ഒരു OMR ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിരിക്കും ശരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ മാർക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരു ബോൾ പോയിന്റ് പെൻ ഉപയോഗിച്ച് ഒരു ഷീറ്റിലായിരിക്കും എനിക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് ചെയ്യുക. അത് പ്രകാരമുള്ള ടൈം ടേബിൾ ആണ് അനക്ഷർ 1-ൽ നിങ്ങൾ കാണുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എനിക്ക് തോന്നുന്നു ഈ ഓഡിയൻസിനാണെങ്കിലും സയൻസ്, അഗ്രികൾച്ചർ ഒക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അഗ്രികൾച്ചർ നോക്കുന്നതിൽ മെയിൻലി കെമിസ്ട്രി, ഫിസിക്സ്, അതേപോലെ തന്നെ ബയോളജി, ഇതാണ് ഒബ്ജക്റ്റിൽ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി എഞ്ചിനീയറിംഗ് നോക്കുന്നവരാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അതേസമയം ലാംഗ്വേജ് സബ്ജക്ട്സ് ആണ് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും നോക്കുന്നവരായിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ആണെങ്കിൽ ഇംഗ്ലീഷും അതർ സബ്ജക്റ്റുകളും നോക്കുന്നവരായിരിക്കും. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, 15ന് കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ശരിക്കും 15 എന്ന് പറയുന്നത്. കാരണം ഓരോ മണിക്കൂർ ഇടവിട്ടും നിങ്ങൾക്ക് എക്സാമുകളാണ്. എനിക്ക് തോന്നുന്നു മിക്കവരും അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഈ കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ് കുറെ പേര് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിലൊരു 2 സബ്ജക്റ്റുകളെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ദിവസം എഴുതേണ്ടി വരുന്നുണ്ട്. അതാണ് ശരിക്കും ഇവിടെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. 15 മെയ്യിൽ നിങ്ങൾക്ക് 2 പ്രധാന പരീക്ഷകൾ എഴുതേണ്ടത്, 2ഓ അതിൽ കൂടുതൽ നിങ്ങളുടെ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. വളരെ മേജർ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ശരിക്കും 15ന് വന്നിരിക്കുന്നത്. കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ജനറൽ ടെസ്റ്റ്. എനിക്ക് തോന്നുന്നു 15ന് എക്സാം ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം സയൻസ് എടുക്കുന്നവർക്ക് എന്തായാലും കെമിസ്ട്രി എഴുതിയേ പറ്റും, അല്ലെങ്കിൽ ബയോളജി എഴുതിയേ പറ്റും. പിന്നെ നോർമൽ എഴുതുന്നവർക്ക് എന്തായാലും ഇംഗ്ലീഷ് എഴുതണം, അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് എഴുതണം. എനിക്ക് തോന്നുന്നു 15നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതാൻ വരുന്ന ഒരു ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതേപോലെ തന്നെയാണ് 16th എടുത്താലും അവിടെ എക്കണോമിക്സ്, ഹിന്ദി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആണ് ശരിക്കും. അവിടെയും എനിക്ക് തോന്നുന്നു എക്കണോമിക്സ് എടുക്കുന്നവർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്കണോമിക്സ് എടുക്കുന്നവർക്ക് ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അല്ലാത്ത ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അതും ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം അന്ന് ഫിസിക്സും മാത്തമാറ്റിക്സും ഉണ്ട്. അപ്പം സയൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്നവർക്ക് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ശരിക്കും നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. 15നും 16നും അടുപ്പിച്ചാണ് പരീക്ഷ. പെൻ പേപ്പർ മോഡ് ആയതുകൊണ്ട് ഒരുപാട് ദൂരെയൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് അടുത്തുള്ള സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. സെയിം സ്കൂളിൽ തന്നെ ആയിരിക്കും. ഒരു ദിവസം പരീക്ഷ നടക്കുന്ന ഒരു സ്കൂളിൽ തന്നെയാണ്. അല്ലാണ്ട് ഒരു ദിവസം കെമിസ്ട്രി ഇന്ന സ്ഥലത്ത്, ബയോളജി ഇന്ന സ്ഥലത്ത് എന്ന രീതിയിൽ ഒരിക്കലും അവരത് അസൈൻ ചെയ്യില്ല.
അപ്പൊ അങ്ങനെയാണ് വരിക. പിന്നെ ഈ പറഞ്ഞ പോലെ 17-ന് ബാക്കി സബ്ജക്റ്റുകളാണ്. കൊമേഴ്സ് നോക്കുന്നവർക്ക് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, വിഷ്വലൈസേഷൻ, ജോഗ്രഫി ഉണ്ട്. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ നോക്കുന്നവർക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജിക്കാണ് 18-ന് വരിക. ഇത് അധികം ആൾക്കാർ ചൂസ് ചെയ്യാത്ത സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് ഇത് നടത്തുന്നത്. അതിന്റെ ഡേറ്റ്സ് 21 തൊട്ട് 24 വരെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ക്രൂഷ്യൽ ഡേറ്റുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് 15 ആൻഡ് 16-നാണ്. അപ്പൊ 2 ദിവസം കൊണ്ട് CUET-ന്റെ പരീക്ഷ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന്റെ ഇടയിൽ ബ്രേക്ക് ഇല്ല എന്നുള്ളതും കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും പരീക്ഷകൾ എഴുതാം. പക്ഷെ എല്ലാം ഓരോ 1 hour ഡ്യൂറേഷനുള്ള പരീക്ഷകളാണ്. നിങ്ങൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് സെറ്റാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് CUET. 2 ദിവസം കൊണ്ട് പരീക്ഷ കഴിഞ്ഞ് കിട്ടുന്ന ഒരു ആശ്വാസവും, എന്നാൽ 2 ദിവസം കൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഇല്ലാത്തൊരു വിഷമവും ശരിക്കും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഡേറ്റ് ഷീറ്റ്. ഇതിന് മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് അറിയിക്കാം. അഡ്മിറ്റ് കാർഡൊക്കെ എന്തായാലും നമുക്കിനി എക്സാമിന്റെ അടുത്തോട്ടൊക്കെ വരത്തുള്ളൂ. അപ്പൊ ഇതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ട കാര്യം. സോ ഡേറ്റ് ഷീറ്റ് വന്നു, ക്രൂഷ്യലാണ്, എക്സാം ആവാറായി. അപ്പൊ നല്ലപോലെ പഠിക്കുക. ബൈ.